ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ്. ലോഗോ ലോഞ്ചിന് ശേഷം ലാലേട്ടന്റെ പ്രൊമോ എന്നെത്തുമെന്ന് അറിയാനൊക്കെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഏഷ്യാനെറ്റ് നമ്മുടെ ചാനലിലാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണെന്നുണ്ടെങ്കിലും ലാലേട്ടനുമായി ബന്ധപ്പെട്ട് ലോഗോയുമായിട്ട് എന്താണ് കണക്ഷൻ, അതുപോലെ കഴിഞ്ഞ സീസണിൽ അല്ലെ മുൻ സീസണുകളിലൊക്കെ ലാലേട്ടൻ ഈ ഒരു ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എന്ത് ഗെറ്റപ്പിലായിരിക്കും വരുന്നത്, ആ ഒരു രീതിയൊക്കെ കാണിച്ചുകൊണ്ട് പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയകളിൽ നിങ്ങളൊക്കെ കണ്ടു. അപ്പം ഈ ഒരു സീസണിൽ ഏത് രീതിയിലായിരിക്കും വരാൻ പോകുന്നത്, അതിന്റെ കമന്റുകളൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിപ്രായങ്ങളൊക്കെ തേടി ബിഗ് ബോസിന്റെ ടീം ഏഷ്യാനെറ്റിന്റെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പോസ്റ്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സീസൺ 7ന്റെ പ്രൊമോ അണിയറയിൽ ഓൾറെഡി റെഡിയാണ്. നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ ഒരു 15-20 തീയതിയോട് കൂടിയൊക്കെ ലാലേട്ടന്റെ പ്രൊമോ നമ്മുടെ സീസൺ 7മായി ബന്ധപ്പെട്ടുള്ള തീം അടക്കം ഏഷ്യാനെറ്റ് പുറത്തു വിടുമെന്നാണ് അറിയുന്നത്. ചിലപ്പോൾ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. ബിഗ് ബോസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ചില സാങ്കേതിക കാരണങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില മാറ്റങ്ങൾ വന്നേക്കാം. എന്നിരുന്നാൽ പോലും നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് വെച്ച് ഈ ഒരു ദിവസങ്ങളിൽ എത്താനാണ് സാധ്യത. കഴിഞ്ഞ ഒരു സീസൺ അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ 6 നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലോഗോ ലോഞ്ച് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ഒരു മാസത്തിന് ശേഷമാണ് ഫസ്റ്റ് പ്രൊമോ, ലാലേട്ടന്റെ പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തു വിടുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലഭിച്ച റിപ്പോർട്ടുകളും ഏകദേശം കറക്റ്റ് ആയിരിക്കണം. എന്നാൽ ഇതിനിടയിൽ നമ്മുടെ കോമണേഴ്സിന്റെ പ്രൊമോ, സാധാരണക്കാർക്ക് ബിഗ് ബോസിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തു വിടുന്നതാണ്. അതിപ്പോൾ ലാലേട്ടന്റെ പ്രൊമോയ്ക്ക് മുമ്പേ വരുമോ അല്ലെങ്കിൽ അതിന് ശേഷം വരുമോ എന്നതിനെ കുറിച്ച് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ജൂൺ വരുന്ന മാസം ഒരു ഫസ്റ്റ് വീക്കോട് കൂടി കോമണേഴ്സിന് പങ്കെടുക്കാനുള്ള ഒരു പ്രൊമോയും വരുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് 100% കറക്റ്റ് ആവണമെന്നില്ല, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തീം, ഈ ഒരു സീസൺ 7ന്റെ തീമും ലാലേട്ടന്റെ ഈ ഒരു ഫസ്റ്റ് പ്രൊമോയും ഗെറ്റപ്പൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ വന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കണം കോമണേഴ്സിന് പങ്കെടുക്കാനുള്ള പ്രൊമോയും വരുന്നത്. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉടനെ തന്നെ പ്രൊമോ എത്തുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഇനിയിപ്പോ 2 മാസം കൂടി ഉള്ളൂ. നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ട് ഓഗസ്റ്റ് 3 അല്ലെന്നുണ്ടെങ്കിൽ 10 തീയതിയൊക്കെയാണ് ഈ ഒരു സീസൺ 7 ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 2 മാസം ആണ് ഇനിയുള്ളൂ. അപ്പം ഓരോ മാസം ഒരു മാസത്തോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി പ്രൊമോയും അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങും. കണ്ടസ്റ്റൻസിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഡയറക്റ്റ് ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഞാൻ ഓൾറെഡി പ്രഡിഷൻ ലിസ്റ്റും അതുപോലെ തന്നെ ഓഡീഷൻസ്, സൂം മീറ്റിംഗ് കഴിഞ്ഞവരുടെ കുറെ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചാനൽ കയറി നോക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രൊമോയുടെ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഏകദേശം 15 തീയതി അല്ലെ 20 തീയതിക്കുള്ളിൽ നമ്മുടെ ലാലേട്ടന്റെ ഫസ്റ്റ് പ്രൊമോ എത്തുമെന്നാണ് അറിയുന്നത്. എന്താണെന്നെങ്കിൽ ഈ ഒരു സീസൺ 7ലെ തീം എന്താണെന്ന് അറിയാൻ ഞാനും ഈഗർലി വെയിറ്റിംഗ് ആണ്. നിങ്ങൾ പ്രേക്ഷകരും അഭിപ്രായം ഒന്ന് പറയുക. എന്തായിരിക്കും ഈ ഒരു സീസൺ 7ലെ തീം ബിഗ് ബോസ് ഉദ്ദേശിക്കാൻ പോകുന്നത്? ഒരു ലോഗോ പ്രകാരം 2 സൈഡിൽ 7 ഇതൊക്കെ കാണിച്ച് ഒരു പാർട്ടീഷൻ ആണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം ബിഗ് ബോസ് തമിഴ് സീസണുമായിട്ട് കോപ്പി അടിച്ച് പല രീതിയിലൊക്കെയാണ് നമ്മുടെ മലയാളം ബിഗ് ബോസ് ഇതുവരെയും, അല്ലെങ്കിൽ സീസൺ 6ഉം അല്ലെങ്കിൽ ചെന്നൈയിൽ നടക്കുന്ന സമയങ്ങളിലൊക്കെ നടക്കുന്നത്. സീസൺ 6ഉം അതുപോലെ തന്നെ തമിഴ് സീസൺ 7 കോപ്പി അടിച്ച് സീസൺ 6 ഇവിടെയും കൊണ്ടുവന്ന് അവിടെയും ഫ്ലോപ്പായി ഇവിടെയും ഫ്ലോപ്പായി. അതുപോലെ തന്നെ തമിഴ് സീസൺ 8 തമിഴിലും ഒരു ഫ്ലോപ്പ് തന്നെയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ക്രിയേറ്റർ ടീമിനെ തന്നെ മാറ്റിയിട്ടൊക്കെയാണ് അവര് ബിഗ് ബോസ് കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ ആ ഒരു ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന തീമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് മലയാളത്തിലേക്ക് വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ആ ഒരു തീമിനെ മോഡിഫൈ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ട്. അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ മലയാളത്തിൽ മറ്റൊരു സീസണും കൂടെ ഫ്ലോപ്പ് ആകുന്നത് നമ്മൾ പ്രേക്ഷകർ കാണേണ്ടി വരും. എന്താണെങ്കിലും ജിയോ ഒക്കെ വന്നതിന് ശേഷം മികച്ചൊരു സീസൺ കൊണ്ടുവരുമെന്നും മികച്ചൊരു തീമുമായിട്ട് എത്തുമെന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും നിങ്ങളും അഭിപ്രായം പറയുക, എന്തായിരിക്കും ഈ ഒരു സീസണിലെ തീം എന്നീ ഗസസ് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് നോക്കാൻ വരുമ്പം അതൊക്കെ കറക്റ്റ് ആകുമോ എന്നതൊക്കെ. അപ്പം കാത്തിരിക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.